ഇപ്പോൾ ചെറുധാന്യങ്ങളൊക്കെ ആണല്ലോ ഒരു പ്രചാരം. കഴിഞ്ഞ വർഷം ചെറുധാന്യത്തിൻ്റെ ഒരു വർഷമായിരുന്നു എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ പ്രചാരത്തിൽ വരിക. ധാന്യത്തിൻ്റെ കാര്യത്തിൽ കുറേ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് സ്വയം പര്യാപ്തത കൈവരിക. അതെ, മഴ പെയ്യുക, അങ്ങനെയാണ്. സ്കൂൾ എന്നാ തുറക്കണേ വെച്ചാൽ അന്ന് മഴ പെയ്യുന്നതാണല്ലോ നമുക്കൊക്കെ ഇടവപ്പാതി. പക്ഷെ ഇക്കൊല്ലം ഈ മെയ് മാസം ഒരു 15-ാം തീയതിയോടുകൂടി ഒരു മെയ് 5 മുതൽ 15-ൻ്റെ ഉള്ളിലൊക്കെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ഈ ഒരു 2025 എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ വരെയും ഈ ഫലങ്ങൾ പറയാം. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ, ഉൽപാദനക്ഷമത എന്നുള്ള മേഖലകളിൽ ഇതൊക്കെ വർദ്ധിക്കും. തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2025. അതുകൊണ്ട് കുറേ പേര് പുറത്ത് പോയി പഠിക്കുന്നതിന് കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു സംവിധാനം കുറേ യൂണിവേഴ്സിറ്റികൾ അവലംബിക്കുക, അതിനൊക്കെ 2025-ന്റെ ജ്യോതിഷത്തിന്റെ മാറ്റങ്ങൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെ അത് ഫലവത്തായിരിക്കും? അതെ, സാധാരണ ആൾക്കാർ തിരുമേനി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പുതുവർഷപ്പിറവി. പുതുവർഷം നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ചില ആൾക്കാരുടെ ആദ്യത്തെ ഒരു അനുഭവമാണ് ആ വർഷം അവസാനം വരെ അവർ ഡ്രൈവ് ചെയ്യുന്നത് ഉണ്ടാവുന്നാണ് പറയുക. അപ്പൊ അതിലുപരി നമ്മളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് ദൈവജ്ഞൻ അല്ലെങ്കിൽ ജ്യോതിഷൻ. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, അപ്പൊ ചിലവർ പറയും, 2 ഫിലോസഫിയിലാണല്ലോ ഇത് പോകുന്നത്. ഒന്ന് ഫിയർ ഫാക്ടേഴ്സും 2 ഹോപ്പ് ജനറേഷനും. ചില നല്ല ജ്യോതിഷന്മാർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാർ അവരെ പ്രചോദനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നു. ചിലർ പേടിപ്പിക്കുന്നു. പേടിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പേടി താങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വർഷം പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ടാവും. തിരുമേനി, ഓവറോൾ എന്തായിരിക്കും 2025? നമ്മളൊക്കെ ഭാവി ജിജ്ഞാസുകൾ തന്നെയാണ്. അതെ അതെ. നമ്മളൊരു മാനദണ്ഡം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഫലപ്രവചന രീതിയിൽ. അതെ. പക്ഷെ വർഷത്തിനെ കണക്കാക്കുന്നത് അത് വ്യത്യാസം ഉണ്ടെന്നത് അറിയാലോ. കാരണം ചൈത്രാരംഭം മുതൽ ഒരു വർഷമായിട്ട് നമ്മൾ കണക്കൂട്ടും. മേടമാസം 1-ാം തീയതി മുതലായിട്ടാണ് പിന്നത്തെ ഒരു വർഷമായിട്ട് കണക്ക് കൂട്ടുക. ശങ്കരാചാര്യര് 1200 കൊല്ലം മുമ്പേ ഒരു സംവിധാനം ഉണ്ടാക്കി കേരളത്തിൽ. നമ്മളൊരു ഫലപ്രവചന രീതി വരുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്കാണോ, ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണോ, ലോകമൊട്ടുക്കുള്ള ആൾക്കാർക്കാണോ എന്ന് എല്ലാവർക്കും ഒരു ജിജ്ഞാസ തന്നെയാണല്ലോ വാസ്തവത്തിൽ. അപ്പം ഇതൊക്കെ ഈ സങ്കീർണമായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് എന്നിരുന്നാലും നമ്മളൊക്കെ രാഹുകേതുക്കളുടെ മാറ്റം, വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം, ഇതൊക്കെ നമ്മൾ പറയും. ഉദാഹരണത്തിന് 2009 ഒരു റിസിഷനൊക്കെ വന്നു. 2008, 2009 കാലങ്ങളിൽ വന്നു. പിന്നീടും വ്യാഴത്തിൻ്റെ അതിചാരം, വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റേ രാശിയിൽ കിടന്ന് പിന്നത്തെ രാശിയിൽ കിടന്ന് ആദ്യ വക്രം വന്ന് പിന്നത്തെ രാശിയിൽ കിടക്കുന്ന ആ കാലയളവിലാണ് ഏറ്റവും അധികം വ്യാഴത്തിൻ്റെ അതിചാരം എന്നാണ് പറയുക. ചരിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. ഇവിടെ സാധാരണ സഞ്ചരിക്കലല്ല, അതിയായിട്ടുള്ളത് പറഞ്ഞാൽ കൂടുതൽ സ്പീഡിലെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയുള്ള കാലങ്ങൾ വരുമ്പോൾ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയോ ലോകത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വ്യാഴത്തിൻ്റെ അതിചാരമൊന്നുമില്ല, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ വ്യാഴം അല്ലെങ്കിൽ ശനി എന്നീ ഗ്രഹങ്ങളൊക്കെ ഇക്കൊല്ലം അല്ലെങ്കിൽ 2025 മെയ് മാസത്തിലാണ് മാറുന്നത്. അല്ലെങ്കിൽ വ്യാഴം അങ്ങനെ ഇടവം രാശിയിലേക്ക് കിടക്കുന്നു. ശനി സ്വക്ഷേത്രത്തിൽ നിന്ന് മാറി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും ഒരു ജനങ്ങളുടെ ഫലം എന്നുള്ളതാണല്ലോ അറിയണത്. നമുക്ക് ഒരു കാര്യം നമുക്ക് വിചാരിക്കാം, അവിടെ രാഹു എന്ന് പറയുന്ന ഗ്രഹം, രാഹുകേതുക്കള് ഇപ്പോൾ പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക്, ഉത്തരാത്തം, ചിത്ര നക്ഷത്രക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. അതിനെ ശനി വന്ന് കൂടുമ്പോൾ അതൊക്കെ ഒന്ന് കൂടും എന്നുള്ളത് പറയാം ചെറിയതായിട്ട്. അതേപോലെ തന്നെ ഈ ഇടവം രാശിയിലേക്ക് വ്യാഴം മാറുകയാണ്. അപ്പം മിഥുനക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും
ധനുക്കൂറുകാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, മീനക്കൂറുകാർക്കും അതെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് പറയാം വാസ്തവത്തിൽ. പിന്നെ പറയാനുള്ളത് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരും, ഇന്ത്യയിൽ മാറ്റങ്ങൾ എങ്ങനെ വരും എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത് വിഷുഫലം എന്ന് പറയുന്ന ആ പ്രശ്നമാർഗത്തിലെ 25-ാമത്തെ അധ്യായത്തിൽ വർഷഫലത്തിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് ചൈത്രം തുടങ്ങുന്നത് മീനമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് എന്ന് പ്രതിപദം തുടങ്ങുന്നു അന്ന് ചൈത്രാരംഭം തുടങ്ങുന്നു. മേടമാസം 1-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഏതൊക്കെ ആഴ്ചകളിൽ സംക്രമങ്ങൾ വരുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ വരുന്ന മകരമാസത്തിലേയും കൂടിയും കണക്കാക്കിയിട്ടാണ് പറയുക. അപ്പോൾ ഏപ്രിൽ മുതൽ വരുന്ന ഏപ്രിൽ വരെ, ഇപ്പോൾ ഈ ഒരു 2025 എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ വരെയും ഈ ഫലങ്ങൾ പറയാം. പൊതുവെ ഈ അടുത്ത കൊല്ലത്തെ തന്നെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വിഷുഫലം എന്നൊരു സമ്പ്രദായം മേടമാസം 1-ാം തീയതി അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പണ്ടൊക്കെ കർഷകരെ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒരു ഫലപ്രവചന രീതി, പുതുപ്പണം ഈ വിഷുവിൻ്റെ അന്ന് ചില ആരാധന സമ്പ്രദായത്തിൽ കൂടെ പറയുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അതൊരു ആചാരങ്ങളുണ്ട്, അതൊരു ആചാര രീതികളാണ്. അത് ചിലപ്പോൾ ഈ ആചാര രീതി ആവില്ല കർണാടകത്തിൽ ഉണ്ടാവുക, തമിഴ്നാട്ടിൽ വേറെ വ്യത്യാസം ഉണ്ടാവും. അവിടെ ഭൂപ്രകൃതി പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ഭാഗത്തിൽ വരുന്ന അവർക്ക് അത് വേറൊരു പ്രകൃതി ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എല്ലാത്തിനും ഒരു പ്രാദേശികമായിട്ടുള്ള പ്രവചന രീതികളുണ്ടാവും, അത് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ നമുക്ക് രാഹുകാലം എന്നൊന്ന് പ്രചാരമുണ്ട്, ശരിയാ. പക്ഷെ രാഹുകാലം എന്നൊന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഈ കടല് കിഴക്ക് വശത്ത് വരുന്ന ആൾക്കാർക്കേ ഉള്ളൂ, ശരിയാ. പക്ഷെ അവിടെ ഗുളികൻ ഇല്ല. നേരെ മറിച്ച് ഈ പടിഞ്ഞാറ് കടൽ വരുന്ന ആൾക്കാർക്കോ ഗുളികനെ നമ്മൾ ഗണിക്കണം. ചന്ദ്രോ രുദ്രോ ജയോ വിദ്യ എന്ന് പറയുന്ന 26, 22 അല്ലെങ്കിൽ നാഴികളിൽ വെച്ച് ഞായറാഴ്ച മുതൽ അത് ഗണിക്കണം. അത് നമ്മുടെ പഞ്ചാംഗങ്ങളിലൊക്കെ ഏർപ്പെടുത്തും, നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഗുളികൻ രാശി നിന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം ഇതേ മുഹൂർത്തം എടുക്കാറുള്ളൂ. നേരെ മറിച്ച് രാഹുകാലത്തിനെ പറ്റിയിട്ട് ഒരു പ്രമാണവും പറയുന്നില്ല. പ്രമാണം ഇത് കുറെ കാലം മുമ്പ് തന്നെ, 25 കൊല്ലം മുമ്പ് തന്നെ പലരും ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ തന്നെ അന്ന് മാതൃഭൂമിയിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഞാനൊരു കത്തിട്ടു. ആരെങ്കിലും കയ്യിൽ പ്രമാണം ഉണ്ടോ? ആരും പ്രമാണം അയച്ചു തന്നില്ല. അങ്ങനെ രാഹുകാലത്തിന് അങ്ങനെ പ്രമാണം ഇല്ല തോന്നുന്നു. അതെ, എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ അതിനെ പറ്റിയിട്ട് വിഷുഫലത്തിനെ പറ്റി അടുത്ത കൊല്ലത്തെ ഒരു നോക്കൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഫെബ്രുവരി മാസത്തില് ശരിക്ക് വേനൽ മഴ, ഫെബ്രുവരി മാസം 8-ാം തീയതി 9-ാം തീയതി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേനൽ മഴ കിട്ടാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഈ കാലവർഷം എങ്ങനെ തുടങ്ങും എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ. ഇക്കൊല്ലം ഒരു ബ്രേക്ക് ഈ മെയ് മാസത്തിൽ, സാധാരണഗതിയിൽ ജൂൺ 1-ാം തീയതിയാണ് നമുക്കൊക്കെ സ്കൂള് തുടങ്ങാറായാൽ മഴ പെയ്യുക, അങ്ങനെയാണ്. സ്കൂൾ എന്നാ തുറക്കണേ വെച്ചാൽ അന്ന് മഴ പെയ്യുന്നതാണല്ലോ നമുക്കൊക്കെ, ഇടവപ്പാതി. പക്ഷെ ഇക്കൊല്ലം ഈ മെയ് മാസം ഒരു 15-ാം തീയതിയോടുകൂടി ഒരു മെയ് 5 മുതൽ 15-ൻ്റെ ഉള്ളിലൊക്കെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. പിന്നെ ജൂൺ 5-ാം തീയതി 6-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടേ കാലവർഷം ശരിക്കും തുടങ്ങുള്ളൂ. അങ്ങനെയാണ് ഇക്കൊല്ലത്തെ. ഇതിന് പ്രതി മറ്റുള്ള അടുത്തുള്ള ഈ ഓരോ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ധാന്യം, വൃക്ഷലതാദികൾ, ഇങ്ങനെയൊക്കെ പറ്റി ചിന്തിക്കാൻ ഈ വിഷുഫലത്തിൽ വളരെ സമഗ്രമായിട്ട് പറയുന്നുണ്ട്. ധാന്യവൃദ്ധി എന്ന് പറയുന്നുണ്ട് അടുത്ത കൊല്ലത്തിൽ. ധാന്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ചെറുധാന്യങ്ങളൊക്കെ ആണല്ലോ ഒരു പ്രചാരം. കഴിഞ്ഞ വർഷം ചെറുധാന്യത്തിൻ്റെ ഒരു വർഷമായിരുന്നു എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ പ്രചാരത്തിൽ വരിക. ധാന്യത്തിൻ്റെ കാര്യത്തിൽ കുറേ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് സ്വയം പര്യാപ്തത കൈവരിക. അതേപോലെ തന്നെ ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവല്
ഓരോ കൊല്ലം തോറും നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് അത് കൂടി കൂടി വരിക തന്നെയാണ്. ശരിയാ. ഈ കാര്യത്തിലും അതെ, അതിൽ ഇറക്കുമതി കാര്യത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇറക്കുമതി എന്തായാലും വേണ്ടി വരും. കാരണം ജനങ്ങളുടെ ഉപയോഗം കൂടുകയാണ്. നമ്മളാണെങ്കിലും ഒരാവശ്യം ഉണ്ടായാൽ നമ്മൾ സർവീസ് വെഹിക്കിളിൽ പോകുന്നതിനേക്കാളുപരി നമ്മുടെ ആണെങ്കിലും സ്വന്തം വണ്ടിയിലാണ് പോവുക. അതിപ്പോൾ നമുക്ക് നിവർത്തിക്കാം, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം എന്താണ്, സമയത്തിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതതിൻ്റെ വഴി പോവും. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ, വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ, ഉൽപാദനക്ഷമത എന്നുള്ള മേഖലകളിൽ ഇതൊക്കെ വർദ്ധിക്കും. തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2025. ഏപ്രിൽ മുതലേ ഉണ്ടാവുള്ളൂ. വിദ്യാഭ്യാസ മേഖലകളിൽ പൊതുവെ കുറേ ഇന്നിപ്പോൾ ഒരു ട്രെൻഡ് തന്നെ അങ്ങനെയാണല്ലോ. നമ്മുടെ കുട്ടികളാണെങ്കിലും അന്യനാട്ടിൽ പോയി പഠിക്കുന്നു, അവിടെ ജോലി പഠിക്കുന്നതോടൊപ്പം തന്നെ തൊഴിൽ നേടുന്നു. നല്ലൊരു കാര്യമാണ്. പാർട്ട് ടൈം ജോബ്, അതെ, അത് അവരവർക്കൊരു സ്വയം പര്യാപ്തത കൈവരാനും അവരവർ കുട്ടികളൊക്കെ ഞാൻ പണിയെടുത്താൽ അതൊരു ശമ്പളം കിട്ടും എന്നുള്ളൊരു ബോധ്യം വരാനും ഒക്കെ നല്ലത് തന്നെയാണ്. ശരിയാ. ആ ഒരു സംവിധാനം ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും ആദ്യം ഗവൺമെൻറ് തലത്തിൽ വന്നു ചേരുമെന്നറിയില്ല. പക്ഷെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇങ്ങനൊരു സംവിധാനം, പാർട്ട് ടൈം ജോബ് എന്നുള്ളൊരു സംവിധാനം അവലംബിക്കും ഈ 2025 എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കുറേ പേര് പുറത്ത് പോയി പഠിക്കുന്നതിന് കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു സംവിധാനം കുറേ യൂണിവേഴ്സിറ്റികൾ അവലംബിക്കുക, അതിനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും വ്യാവസായികമായിട്ടുള്ള മേഖലകളിലൊക്കെ വളർച്ചയും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 2025 യാതൊരു സംശയമില്ല. ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് അതൊരു അഭിമാനപരമായിട്ടൊരു നേട്ടം കൈവരും. സന്തോഷം. തിരുമേനി, ഈ നമ്മൾ എല്ലാവരും 2024 കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്തൊരു ടൈമായിരുന്നു. സോ അപ്പോൾ ഈ സ്ട്രഗിൾ എല്ലാം 2025 മാറട്ടെ, ഇന്ത്യയുടെ എക്കോണമി അടുത്ത ലെവലിലേക്ക് വരട്ടെ. സോ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഭാരതം ഇന്ന് വേറെ ലെവലിലേക്കാണ് വരുന്നത്. സോ 2025 ഇതിന്റെ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ROE എന്ന് പറയുന്നത് വളരെ അടുത്ത ലെവലിലേക്ക് തന്നെ വരട്ടെ. അതിനൊരു സ്വയം പര്യാപ്തത കൈവരട്ടെ. അത് ഇപ്പോൾ വിദ്യാർത്ഥി തലത്തിലും അധ്യാപക തലത്തിലും ഭരണ സംവിധാനത്തിലും ശാസ്ത്രജ്ഞരുടെ തലത്തിലും, ശാസ്ത്രജ്ഞർ പറയുന്നതാണല്ലോ കുറേ കാര്യങ്ങളൊക്കെ. ശരിയാ. ഔദ്യോഗികമായിട്ടുള്ള തസ്തികകളിലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഇത് അവലംബിക്കണം. ഉദ്യോഗസ്ഥർ പറയുന്നതാണ്, പിന്നെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതാണല്ലോ കേന്ദ്രത്തിലും അല്ലെങ്കിൽ സർക്കാർ തലത്തിലും എടുക്കുക. അങ്ങനെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിനൊരു സ്വയം പര്യാപ്തത കൈവന്ന് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്നൊരു ആശംസിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന തിരുമേനി പറഞ്ഞൊരു വാല്യുബിൾ പോയിന്റ്സ് എന്ന് പറയുന്നത് 2025 യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഇന്റേൺഷിപ്പ് അത് മറ്റുള്ള രാജ്യങ്ങളിലുള്ളതുപോലെ ഇന്ത്യയിലും വരട്ടെ. ഒരുപാട് മൈഗ്രേഷൻസ് പല കൺട്രിയിലും പോകുന്നവർ പോകട്ടെ. പക്ഷെ ഇന്ത്യക്ക് അഭിമാനപൂർവ്വമായി ഇന്റേൺഷിപ്പ് കൂടെ വന്ന് ഇന്ത്യ അടുത്ത ലെവലിലേക്ക് വരട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം. നമസ്കാരം.